ഒരു വർഷത്തെ പഠനവും പഠന പ്രവർത്തനങ്ങളും പരീക്ഷകളുമൊക്കെ കഴിഞ്ഞ് കുട്ടികൾ മധ്യവേനൽ അവധിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. സ്കൂളും പുസ്തകങ്ങളുമൊക്കെ മറന്ന് കളികളുടെ ലോകത്തിലേക്ക് വർണ്ണച്ചിറകുള്ള പൂമ്പാറ്റകളെപ്പോലെ പറന്നിറങ്ങാനാണ് അവധിക്കാലത്ത് കുട്ടികൾ ആഗ്രഹിക്കുന്നത്. മാതാപിതാക്കളെ സംബന്ധിച്ച് 10 മാസം കുട്ടികളെ സ്കൂളിൽ അയക്കുന്നതിനേക്കാൾ പ്രയാസമാണ് 2 മാസം അവരെ വീട്ടിലിരുത്തുക എന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികളെ പരിശീലന പരിപാടികൾക്കും ക്യാമ്പുകളിലേക്കുമൊക്കെ പറഞ്ഞയക്കാനാവും മാതാപിതാക്കൾ ആലോചിക്കുന്നത്. പല സ്കൂളിലും പഠനത്തോടൊപ്പം പല പരിശീലന പരിപാടികൾക്കും അവസരം ഉള്ളതുകൊണ്ട് തന്നെ കുട്ടികളെ അവരുടെ കുട്ടിക്കാലം ആസ്വദിക്കുവാനും സ്വാതന്ത്ര്യത്തോടെ അവധി ആഘോഷിക്കുവാനും അനുവദിക്കുന്നതാവും നല്ലത്. അവധിക്കാലമായതുകൊണ്ട് പഠനവും പഠന പ്രവർത്തനങ്ങളും ഒന്നും കുട്ടികൾക്ക് തീരെ താല്പര്യം ഉണ്ടാവുകയില്ല. തിരികെ സ്കൂളിലെത്തുമ്പോൾ അവർ പഠിച്ച പല കാര്യങ്ങളും മറന്നു പോയിട്ടുണ്ടാവും. നേടിയതൊന്നും നഷ്ടമാകാതിരിക്കാൻ, മനസ്സിലാക്കിയതൊന്നും മറന്നു പോവാതിരിക്കാൻ വിനോദങ്ങൾക്കിടയിൽ അല്പം കാര്യമുള്ള ഒരു കളിയായി പഠനത്തെ ഉൾപ്പെടുത്താൻ ശ്രമിക്കാവുന്നതാണ്. കുട്ടികൾ മുഴുവൻ സമയവും വീടുകളിൽ തന്നെ ആയതിനാൽ മാതാപിതാക്കൾക്ക് മാത്രമേ ഈ രീതിയിൽ കുട്ടികളെ സഹായിക്കാനാവൂ. അവധിക്കാലത്ത് കുട്ടികളെ സഹായിക്കാനായി പല കാര്യങ്ങളും നമുക്ക് ചെയ്യാനാവും. ചെറിയ കുട്ടികൾക്ക് ഏറെ ഇഷ്ടമുള്ള കാര്യമാണ് ബോർഡിൽ എഴുതുക എന്നത്. സ്കൂളിൽ ടെക്സ്റ്റ് ബുക്കും നോട്ട്ബുക്കും ഒക്കെ ഉപയോഗിച്ച് മടുത്ത കുട്ടികൾക്ക് ഒരു വൈറ്റ് ബോർഡും മാർക്കർ പെന്നും വാങ്ങി നൽകാം. പല വലിപ്പത്തിലുള്ള ബോർഡുകൾ അടുത്തുള്ള ബുക്ക് സ്റ്റാളിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഇഷ്ടപ്പെടുന്ന വലിപ്പത്തിൽ ഒരു ബോർഡ് വാങ്ങി വീട്ടിലെല്ലാവർക്കും കാണാവുന്ന രീതിയിൽ വയ്ക്കണം. ദിവസവും രാവിലെ കുട്ടികൾ കളികൾ തുടങ്ങുന്നതിന് മുൻപ് ഇംഗ്ലീഷ് ആൽഫബറ്റ് ക്യാപിറ്റൽ ലെറ്റേഴ്സും സ്മോൾ ലെറ്റേഴ്സും ബോർഡിൽ എഴുതാൻ ആവശ്യപ്പെടാം. എഴുതി വെച്ചിട്ട് അവർ കളിക്കാൻ പോകട്ടെ. പിന്നീട് കളികൾക്കിടയിൽ പലപ്പോഴായി മലയാളം അക്ഷരങ്ങളും ഹിന്ദി അക്ഷരങ്ങളും എഴുതിക്കാം. ഇടയ്ക്ക് തെറ്റിപ്പോയാൽ തുടച്ച് അവർ തനിയെ ശരിയാക്കട്ടെ. ദിവസവും നടത്തുന്ന ഇത്തരം പരിശീലനത്തിലൂടെ കുട്ടികൾ അക്ഷരങ്ങൾ മറന്നു പോകാതെ വേഗത്തിൽ എഴുതാൻ പഠിക്കുന്നു. 2, 3, 4 ക്ലാസ്സിലെ കുട്ടികൾക്ക് ഇതേ രീതിയിൽ ടേബിളുകൾ എഴുതി പരിശീലിക്കാവുന്നതാണ്. ഒരു ദിവസം ഒരു ടേബിൾ പലതവണ എന്ന രീതിയിൽ പരിശീലിക്കാം. LKG UKG ക്ലാസ്സിലെ കുട്ടികളോട് ക്ലേ ഉപയോഗിച്ച് നിങ്ങൾ പറയുന്ന അക്ഷരങ്ങൾ രൂപപ്പെടുത്തുവാൻ ആവശ്യപ്പെടാം. ക്ലേ ഇല്ലെങ്കിൽ അല്പം ചപ്പാത്തി മാവ് നൽകിയാലും മതിയാവും. അക്ഷരങ്ങൾ മാത്രമല്ല, അതുപയോഗിച്ച് അവർക്കിഷ്ടമുള്ള ജീവികളുടെ ചെറിയ രൂപങ്ങളും ഉണ്ടാക്കാൻ സാധിക്കും. 2, 3, 4 ക്ലാസ്സിലെ കുട്ടികളോട് ചിത്രങ്ങൾ വരയ്ക്കാൻ ആവശ്യപ്പെടാം. അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ ചിത്രങ്ങൾ കളർ ചെയ്യട്ടെ. പിന്നീട് ആ ചിത്രങ്ങൾക്ക് ചേരുന്ന കഥകൾ എഴുതാൻ ആവശ്യപ്പെടാം. കുട്ടികൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഹിന്ദിയിലോ അവർ എഴുതട്ടെ. ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം അക്ഷരങ്ങളും 1 മുതൽ 10 വരെയുള്ള നമ്പറുകളും ചെറിയ കാർഡുകൾ ഉണ്ടാക്കി അതിലെഴുതി ഒരു ബോക്സിൽ സൂക്ഷിച്ചാൽ കുട്ടികൾക്ക് ഇടയ്ക്കെടുത്ത് നൽകാം. കുട്ടികൾ അക്ഷരങ്ങൾ തിരിച്ചറിയാനും ഓർഡറിൽ അക്ഷരങ്ങളും നമ്പറുകളും ടേബിളുകളിലേക്ക് അടുക്കി വയ്ക്കാനും ആവശ്യപ്പെടാം. മുതിർന്നവർക്ക് ആർക്ക് വേണമെങ്കിലും ഇത്തരത്തിൽ കുട്ടികളെ പരിശീലിപ്പിക്കാവുന്നതാണ്. കുട്ടികളെ പഠിപ്പിക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗമാണ് അവരെ ഒരു ടീച്ചറാക്കുക എന്നത്. മുതിർന്നവർ കുട്ടികളായും കുട്ടികൾ അധ്യാപകരായും മാറുന്ന ഒരു റോൾ പ്ലേ ആക്ടിവിറ്റിയായി ഇത് ചെയ്യാം. മുതിർന്നവർ ജോലിക്കിടയിൽ ഒന്ന് സഹകരിച്ചാൽ മതിയാവും. കുട്ടികൾ പറയേണ്ട ഉത്തരങ്ങളുടെ എല്ലാം ചോദ്യങ്ങൾ സംശയങ്ങളായി നിങ്ങൾ ചോദിച്ചാൽ കുട്ടി ടീച്ചർ അതിനെല്ലാം ഉത്തരം പറയും. ഇങ്ങനെ ഇംഗ്ലീഷും മലയാളവും ഹിന്ദിയും കണക്കും എല്ലാം കുട്ടികൾ പഠിക്കുകയും നമ്മെ പഠിപ്പിക്കുകയും ചെയ്യും. ഇങ്ങനെയൊക്കെയാണെങ്കിലും മൊബൈൽ ഫോണിൻ്റെ ഉപയോഗത്തിൽ നിന്ന് കുട്ടികളെ പൂർണ്ണമായും പിന്തിരിപ്പിക്കാൻ ആവില്ല. കുട്ടികളുടെ പ്രായത്തിനനുസരിച്ചുള്ള ഗെയിംസും പസിലുകളും മൊബൈൽ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് ഒരു നിശ്ചിത സമയത്തേക്ക് ഫോൺ ഉപയോഗിക്കാൻ അവരെ അനുവദിക്കാവുന്നതാണ്. അവർ കണ്ടു മനസ്സിലാക്കുന്ന ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്തു നോക്കാൻ കുട്ടികൾ താല്പര്യം പ്രകടിപ്പിച്ചാൽ മാതാപിതാക്കൾ അതിനവർക്ക് അവസരം കൊടുക്കണം. അവധിക്കാലത്ത് അല്പം കമ്പ്യൂട്ടർ പരിശീലനവും വീട്ടിൽ നടത്താവുന്നതാണ്. ചുരുക്കം ചില സ്കൂളുകളിൽ മാത്രമാണ് കമ്പ്യൂട്ടറുകൾ നേരിട്ട് ഉപയോഗിക്കാൻ കുട്ടികൾക്ക് അവസരം നൽകുന്നത്. വീട്ടിൽ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ മാതാപിതാക്കളോ മറ്റു മുതിർന്നവരോ ഫ്രീ ആയിരിക്കുമ്പോൾ ഒരു വേർഡ് പേജിൽ ആൽഫബറ്റ് ടൈപ്പ് ചെയ്യാൻ ചെറിയ കുട്ടികളോട് ആവശ്യപ്പെടാം. 2, 3, 4 ക്ലാസ്സിലെ കുട്ടികൾ അവർ പഠിച്ച ഒരു കോമ്പോസിഷൻ വേർഡ് പേജിൽ ടൈപ്പ് ചെയ്യട്ടെ. ഇങ്ങനെ പലതവണ ചെയ്യുന്നത് വഴി കീബോർഡ് അവർക്ക് പരിചിതമാവുകയും ടൈപ്പ് ചെയ്യുക എന്നൊരു സ്കിൽ വളരെ അനായാസം അവർ നേടുകയും ചെയ്യും.
മാതാപിതാക്കളുടെ സൗകര്യവും കുട്ടികളുടെ താല്പര്യവും അനുസരിച്ച് കളികൾക്കൊപ്പം അല്പം പഠനം കൂടി ചേർത്ത് കുട്ടികൾക്ക് ഈ അവധിക്കാലം രസകരമാക്കി തീർക്കാം.